ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഐശ്വര്യയുടെ പിറന്നാളെന്ന് പറഞ്ഞ് രാധികയെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ. പിറന്നാൾ ആയതുകൊണ്ട് മാത്രം രാധിക കൂടെ ചെല്ലാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ ഐശ്വര്യ ശ്യാമയുടെ കാറ് വരുന്നതായി കാണുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുകയാണ് ഐശ്വര്യ. രാധിക മോള് ഒരു സ്ത്രീയോടാണല്ലോ സംസാരിക്കുന്നത് എന്ന് അമൃത കാണുകയാണ് കാറിലിരുന്നു കൊണ്ട്. അപ്പോൾ മോള് പറഞ്ഞത് സത്യമായിരിക്കുമോ എന്നും ചിന്തിക്കുന്നു. എന്നാൽ ശ്യാമയുടെ കാറ് കണ്ടതുകൊണ്ട് പെട്ടെന്ന് കാറിലേക്ക് കയറി അവിടെ നിന്ന് പോവുകയാണ് ഐശ്വര്യ. സംശയത്തോടെ ശ്യാമ വണ്ടി ഡ്രൈവറോട് പറയുന്നുണ്ട് വണ്ടി ഒന്ന് നിർത്താനായിട്ട്. രാധിക തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമയും അമൃതയും കൂടി രാധികയുടെ അരികിലേക്ക് വരുന്നു. മോളെ, അതാരായെന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ മേഡത്തോട് പറഞ്ഞില്ലേ, ഒരു സ്ത്രീയെ പറ്റി, അവരാണെന്ന് രാധിക പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞതൊക്കെ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അവരുടെ കാര്യമാണ് മേഡം പറഞ്ഞതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അവരിപ്പോൾ സന്തോഷത്തിലാണ് പോയത്. മേഡം എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, മോള് കാറിലേക്ക് കയറിക്കോളൂ. അല്ല മേഡം, ഞാൻ ക്ലാസ്സിലേക്ക് തിരികെ പോയിട്ട് എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് കുട്ടികളെ പറഞ്ഞു വിട്ടോ, മോള് കയറിക്കോളൂ എന്ന് പറഞ്ഞ് രാധികയും കൂട്ടിയിട്ടാണ് ശ്യാമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ പ്ലാൻ ഇത്തവണയും നടന്നില്ല. കാറിലേക്ക് കയറിയതിനു ശേഷം ശ്യാമ വിചാരിക്കുന്നു മോളെന്നോട് കള്ളം പറയുകയാണല്ലോ ആ സ്ത്രീയെ. രാധിക വിചാരിക്കുന്നു മേഡം എന്നോട് കള്ളം പറയുന്നതാണോ, മേഡത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? പിന്നീട് കാണിക്കുന്നത് ദേവനാരായണൻ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. യശോദയെ വിളിക്കുന്നു. യശോദയും അമ്മയും അവിടേക്ക് വന്നു. ഇന്ന് ഇവിടെ വരുൺ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആദ്യം രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് ചെയ്യുന്നത്. ചോദിച്ചത് കേട്ടില്ലേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ബഹളം എന്തെങ്കിലും എന്നെ തിരുമേനി ചോദിക്കുന്നുണ്ട്. ഏയ്, എന്ത് ബഹളം? അല്ല, അതിന് ഇവിടെ ആരാ ബഹളം വെക്കുന്നത് എന്ന് മുത്തശ്ശി. അല്ല, അപ്പുറത്തെ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ ബഹളമുള്ളതായി കേട്ടു എന്ന്. മുത്തശ്ശി പറയുന്നു അത് പ്രിയങ്കയും രാധികയും വരുണും കൂടിയാണ് ഇവിടേക്ക് വന്നത്. അത് പിള്ളേരല്ലേ അവര്. എന്തായിരുന്നു അവരുടെ ചിരിയും ബഹളവും ഓട്ടവും പാച്ചിലും ഒക്കെ. ഇത് കേട്ട് തിരുമേനി പറയുന്നു ഓ അതാണോ കാര്യം, അല്ലെങ്കിൽ അയൽപക്കത്തോട് ചെവി തിരിച്ചു വെക്കുന്നത് ഇത്തിരി കൂടുതലാണ് എന്നൊക്കെ മുത്തശ്ശി പെറുപെറുക്കുന്നു. അയാൾ കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. ഇത് കേട്ട് തിരുമേനി പറയുന്നു അയാളുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആകെ അങ്ങ് ഭയന്നു പോയി. എന്നിട്ട് തിരുമേനി എഴുന്നേറ്റ് പോകുന്നുണ്ട്. മുത്തശ്ശി യശോദയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, കരഞ്ഞ് ബഹളം വെച്ച് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ. യശോദയെ തിരുമേനി വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരകത്തേക്ക് പോകുന്നു. നേരെ പൂജാമുറിയിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ പൂജാമുറിയിൽ അങ്ങനെ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത്. യശോദ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതെന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്, പൂജാമുറി ആരായി കോലത്തിലാക്കിയതെന്ന് ചോദിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, അവളുമാരുടെ ഓട്ടവും ചാട്ടവും ഒക്കെ. അതിനിടയിൽ എന്തോ കുസൃതി ഒപ്പിച്ചപ്പോൾ പ്രിയങ്ക ഇതിനകത്ത് കയറി ഒളിച്ചിരുന്നു. പിന്നെ അവർ രണ്ടുപേരും പ്രിയങ്കയെ വലിച്ചെടുക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെയായിരുന്നു. ഞാൻ കണ്ടിരുന്നെങ്കിലൊന്ന് വൃത്തിയാക്കി ഇട്ടേനെ എന്ന് മുത്തശ്ശി. ഞാനും ശ്രദ്ധിച്ചില്ല, ഞാനിപ്പോൾ ശരിയാക്കാമെന്ന് യശോദ. ഞാൻ എന്തായാലും പിള്ളേരെ ഒന്ന് വിളിക്കട്ടെ, അവരിവിടെ വന്നിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ, ഒന്ന് വിളിച്ച് വിശേഷം തിരക്കി കളയാമെന്ന് തിരുമേനി. അവരെന്തോ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയത്. ഇനിയിപ്പോൾ അതിനിടയിൽ വിളിച്ച് ചോദിക്കാനെന്ന് നിൽക്കണ്ട, നാളെ ഇപ്പോൾ യശോദ അങ്ങോട്ട് വിളിക്കുമല്ലോ എന്നെ മുത്തശ്ശി പറയുമ്പോൾ യശോദയും പറയുന്നു അത് മതി ദേവേട്ട, അല്ലെങ്കിൽ അവരിങ്ങനെ നടക്കുന്നതിന് നമ്മൾ ടെൻഷനായിട്ടാണെന്ന് വിചാരിക്കും. വന്നുപോയെന്ന് അറിഞ്ഞപ്പോൾ കാണാതായതിൽ ഒരു സങ്കടമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും താൻ ഇതൊക്കെ വൃത്തിയാക്കിയിടെന്ന് പറഞ്ഞ് തിരുമേനി അപ്പുറത്തേക്ക് പോകുന്നു. മുത്തശ്ശിയും പോകുമ്പോൾ വിഷമത്തോടെ യശോദ നിൽക്കുന്നുണ്ട്. തുടർന്ന് പ്രിയങ്ക മുറിയിൽ നിൽക്കുമ്പോൾ സാമുവൽ വിളിക്കുന്നു. പ്രിയങ്ക ഇപ്പോൾ ഫ്രീ ആണെന്നോ എന്ന് ചോദിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ഒരു ജഗദീഷിന്റെ കാര്യമാണ് പറയുന്നത് ഡയറക്ടർ. തമിഴിലെ ഒരു മൂവിയാണ്. പ്രിയങ്ക റെഡിയാണെന്ന് പറയുന്നു. ഇത് കേട്ട് സാമുവൽ പറയുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവര് ഫോട്ടോഷൂട്ട് നാളെയാണ് വെച്ചിരിക്കുന്നത്. എത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എത്താമെന്ന് പ്രിയങ്ക. ഒരു കാര്യം ഞാൻ പറയാം, സെലക്ട് ചെയ്യപ്പെട്ടാൽ പിന്നെ ഹോളിവുഡിലേക്ക് ഒരു എൻട്രി ആയിരിക്കും. അവിടുത്തെ അവസ്ഥ അറിയാലോ, ഹീറോയിന്റെ പ്രതിഫലം പോലും കോടികളായിരിക്കും. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പടം ഹിറ്റാകുന്ന കാര്യം ജഗദീഷ് നോക്കിക്കോളുമെന്നും പറയുന്നുണ്ട്. ഒരുപാട് അലഞ്ഞതാ, അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കുന്നില്ല. എന്തായാലും ഞാൻ വന്നിരിക്കും, എനിക്ക് എത്തിയേ പറ്റൂ എന്ന് പ്രിയങ്ക റെഡിയാണെങ്കിൽ ബാക്കി ഞാൻ അറേഞ്ച് ചെയ്തോളാം എന്നും പറയുന്നുണ്ട് സാമുവൽ. അപ്പോൾ നാളെ RJ ഓഡിറ്റോറിയം മറക്കണ്ട എന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നു. പ്രിയങ്ക ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു വരുൺ പോലും എന്നെ നോക്കി അസൂയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകണം. എൻ്റെ നിമിഷങ്ങൾക്ക് വേണ്ടി അവൻ കാത്തിരിക്കണം, അതിന് എനിക്കിവിടെ പോയേ പറ്റൂ. തുടർന്ന് രാധികയെ കാണിക്കുന്നുണ്ട്. രാധികയ്ക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റിങ്ങനെ ഇരിക്കുന്നു. രാധികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വിഷമവും ടെൻഷനും ഒക്കെയുണ്ട്. അച്ഛനോടും അമ്മയെല്ലാം പറഞ്ഞിട്ടുണ്ടാകുമോ? ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അച്ഛന് അത് താങ്ങാൻ പറ്റുമോ? എടുത്ത് വളർത്താൻ തോന്നിയ നിമിഷത്തെ കുറ്റം പറയില്ലേ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷനിലാണ് രാധിക. പിന്നെ വരുൺ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷത്തെ പറ്റിയും രാധിക ഓർക്കുന്നു. പിന്നെ വരുൺ ഓരോ നിമിഷമായി രാധികയോട് പറഞ്ഞ കാര്യങ്ങളും ഓർക്കുന്നു.
പിന്നെ വീട്ടിലേക്ക് പോയി രാധികയെ ചേർത്ത് പിടിച്ച് വരുൺ പറഞ്ഞു, ഇവളല്ലേ എൻ്റെ ഭാര്യ എന്ന്. ആ ഒരു കാര്യവും ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് രാധിക. പിന്നെ മുത്തശ്ശിയും പറഞ്ഞിരുന്നു, ആരൊക്കെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും അവന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. പ്രിയങ്കയോട് ഒരിക്കലും അവൻ അടുക്കില്ല എന്നും നീയല്ലേ അവന്റെ ഭാര്യ എന്നും മുത്തശ്ശി ചോദിച്ചിരുന്നു. ഈ ഒരു കാര്യവും രാധിക ഓർക്കുകയാണ്. എല്ലാം കൂടി ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ രാധിക ഇരിക്കുന്നു. കൃഷ്ണ, ആർക്കും ഒരു ദോഷവും വരുത്തല്ലേ, എല്ലാവർക്കും സമാധാനം കൊടുക്കണേ എന്ന് രാധിക ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിന്നീട് വരുണിനെ കാണിക്കുന്നുണ്ട്. വരുണിനും ഇതുപോലെ ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ്. രാധികയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ച് കിടക്കുന്നത്, രാധികയുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും. പിന്നെ മുത്തശ്ശി രാധികയെ ഭീഷണിപ്പെടുത്തിയതും ഇപ്പോൾ വരുൺ ഓർക്കുന്നു. എന്തായാലും മുത്തശ്ശിയും എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. ഒരിക്കലും മാറ്റുവാശ്ശേരിയിൽ നിന്ന് എനിക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകില്ല. രാധിക ഒരിക്കലും എന്നോട് അടുക്കില്ല. എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ എന്ന് വരുൺ തീരുമാനിക്കുന്നു. അങ്ങനെ വരുൺ ബാഗിൽ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മറ്റൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശിയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. മുത്തശ്ശി, ഞാൻ പോവുകയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അത് ഈ കുടുംബത്തിന് മാറ്റുവാശ്ശേരിക്കും കുഴപ്പമാണ്. എല്ലാവരുടെയും മുന്നിൽ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പക്കാരനാകാൻ കഴിയില്ല. മുത്തശ്ശി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ് വരുൺ. ഇതൊന്നും മുത്തശ്ശി അറിയുന്നില്ല. മുത്തശ്ശി നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ മുത്തശ്ശി അറിയാതെ തന്നെ വിഷമത്തോടെ വരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ വരുൺ അങ്ങോട്ട് പോകുന്ന സമയം ഒരു കരച്ചിൽ കേൾക്കുകയാണ് രാധികയുടെ. പൂജാമുറിയിലിരുന്ന് രാധിക കരയുന്നതാണ് കാണുന്നത്. നോക്കിയപ്പോൾ രാധിക പറയുന്നുണ്ട്, ഭഗവാനെ, ഉള്ളിലുള്ള ഇഷ്ടം ഞാൻ വരുണിനോട് തുറന്നു പറഞ്ഞു. ആ പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങാണ് എൻ്റെ ഉള്ളിലുള്ളത്. എല്ലാം അവസാനിപ്പിച്ച് വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോരുമായിരുന്നു. പക്ഷെ അച്ഛനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അച്ഛൻ്റെ അനുവാദം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ച് ഒന്നിച്ച് നടന്നു വരുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ വലിയ സന്തോഷത്തോടെയാണ് വരുൺ ഇത് കേട്ട് നിൽക്കുന്നത്. രാധിക വീണ്ടും പറയുന്നു, ഇങ്ങനെ എത്ര നാളാണ് കാത്തിരിക്കേണ്ടത്? എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക്? അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ വരുണിനോടുള്ള ഇഷ്ടം നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ എന്നെ ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക പൊട്ടിക്കരയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വരുണിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് വരുൺ രാധികയുടെ അരികിലേക്ക് വരാൻ തുടങ്ങുന്നു. പെട്ടെന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ വരുൺ മുത്തശ്ശിയുടെ അരികിലേക്ക് പോയി മുത്തശ്ശിയെ വിളിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബാഗ് കാണുമ്പോൾ മുത്തശ്ശി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, നീ ഇത് എങ്ങോട്ട് പോവുകയാണെന്ന്. അതെ, ഞാൻ പോവുമല്ല, വന്നതാണെന്ന് വരുൺ. എവിടുന്ന് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, ഇതിനിടയ്ക്ക് ഞാൻ നാട് വിട്ടു പോയെന്ന്. നാട് വിടുകയോ? നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അതേ മുത്തശ്ശി, എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ എവിടേക്കെങ്കിലും പോവാന്ന് കരുതി. ഞാൻ ഇവിടെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാ പോയത്. പിന്നെ ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുന്നു. മുത്തശ്ശി പറയുന്നു, പറയാണ്ട് പോയെങ്കിലും എന്നെ പിരിഞ്ഞു പോകാൻ സാധിക്കില്ല നിനക്ക് അല്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു, അയ്യടാ, അതൊന്നുമല്ല. ഞാൻ പോകുമ്പോൾ ദൈവം കാണിച്ചു തന്നതുപോലെ ഒരു തെളിവ് എനിക്ക് കിട്ടി. അയാൾ, നമ്മുടെ രാധിക, പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ പിരിയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അയാൾ ഭഗവാനോട് പ്രാർത്ഥിച്ചത്. എന്നോട് ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ്. രാധികയുടെ അച്ഛൻ ഒരു തടസ്സമായി നിന്നില്ലായിരുന്നെങ്കിൽ എന്നോടൊപ്പം കൂടുമായിരുന്നു എന്നും പറഞ്ഞു. വലിയ ആകാംക്ഷയോടെ മുത്തശ്ശി പറയുന്നു, എന്നിട്ട് നീ അവളോട് സംസാരിച്ചോ? ഇല്ല, അയാൾ പറഞ്ഞത് ഞാൻ അറിയണ്ടല്ലോ. മുത്തശ്ശി പറയുന്നു, സംസാരിക്കാതിരുന്നത് നന്നായി. ഇനിയിപ്പോ എങ്ങനെയാ, നീ നാട് വിട്ടു പോകുന്നുണ്ടോ? ഇത് കേട്ട് വരുൺ സന്തോഷത്തോടെ പറയുന്നു, ആര് പോകുന്നു? ഇനി എന്നെ തല്ലിക്കൊന്നാലും ഞാൻ പോകില്ല. എൻ്റെ പെണ്ണെന്നെ കാത്തിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പോവോ? ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, അയ്യടാ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ നാട് വിട്ടു പോവുകയാണെന്നും നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിരിക്കുകയാണെന്നും. അതെ, എൻ്റെ എല്ലാ നിരാശയും മാറി മുത്തശ്ശി. ഞാൻ വലിയ ഹാപ്പിയിലാണ്. ഇനി എത്ര നാൾ വേണമെങ്കിലും ഞാൻ രാധികയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണെന്നും പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, ഇതല്ലേടാ കഴുതേ ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയെങ്കിലും നീ അത് ഉറപ്പിച്ചല്ലോ. ഇനി നീ പേടിക്കേണ്ട. നല്ലൊരു സമയം നോക്കി പരമേശ്വരനോട് ഈ കാര്യം ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞാലേ അവൻ തള്ളിക്കളയില്ല. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായി ഇരിക്കുന്നതൊക്കെ അതിൻ്റെ ആചാരമോ വ്യവസ്ഥയോ അനുസരിച്ച് മാറ്റിയതിനു ശേഷം രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ മതിയോ എന്ന് ചോദിക്കുമ്പോൾ വലിയ വലിയ സന്തോഷത്തോടെ ഇരിക്കുകയാണ് വരുൺ. ഇനി നീ ഉറങ്ങാൻ പോയിട്ട് വേറെ വല്ലതും തീരുമാനിക്കോടാ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ പോകുന്നില്ലല്ലോ. ഇന്ന് ഞാൻ മുത്തശ്ശിയുടെ അരികിൽ കിടക്കാണ്. എല്ലാ തടസ്സങ്ങൾക്കിടയിലും മുത്തശ്ശിയെപ്പോലെ ഒരാളെ എനിക്ക് തന്നല്ലോ. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്ന് വരുൺ. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി പോയില്ലേ?
അവളും വന്നങ്ങ് മനസ്സിൽ ചേക്കേറി. പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വരുണും. എന്തായാലും വീട് വിട്ടു പോകാനൊരുങ്ങിയ വരുണിന്റെ മുന്നിൽ നല്ലൊരു കാഴ്ച തന്നെയാണ് ദൈവം കാട്ടിക്കൊടുത്തത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വരുൺ അവിടെ നിന്ന് പോകാത്തത്. വരുൺ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് വലിയ സന്തോഷത്തിൽ ഉള്ള ഒരു കാഴ്ച തന്നെയാണ് ദൈവം കാട്ടിക്കൊടുത്തത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.